അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ പ്ലംബിങ്ങിന്റെ വർക്ക് കൺസീൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് വലിയൊരു സംഭവമായിട്ട് പറയുന്നില്ല, പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കണം. അതിൽ ചെറിയൊരു കാര്യം കേട്ടോ, നമ്മൾ ചെയ്ത വീടിനകത്ത് ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ ഈ ഫ്ലോർ മെഷർമെന്റ് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത്. വളരെ നല്ലത്. അത് പറഞ്ഞുതരാം. വാ, ഇങ്ങോട്ട് വാ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു കാണുന്ന ഫ്ലോറിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന മെഷർമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോൺക്രീറ്റ് വന്നതും ടൈല് വന്നതും എല്ലാ സംഭവവും കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ കാണുന്ന ഫിറ്റിങ്സുകളെ ഹൈറ്റ് നമ്മൾ നിർണ്ണയിക്കുക. ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ യൂറിനർ വേണം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ടൈല് കാരണം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ മൂപ്പരോട് പറഞ്ഞു മാക്സിമം ടൈല് വരാൻ പറ്റുന്ന ഒരു ഹൈറ്റ് ഇത്ര, അതായിരിക്കണം നമ്മൾ ഫിനിഷിംഗ് ലെവല് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഈ കാണുന്ന യൂറിനറിന്റെ പോയിന്റ് ആയാലും എല്ലാം ഈ കാണുന്ന ഒരു ടാപ്പിന്റെ പോയിന്റും ഈ കാണുന്ന ഇന്ത്യൻ ക്ലോസറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ടാങ്ക് വെക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ഹൈറ്റ് കൃത്യമായിട്ട് മെഷർമെന്റ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിപ്പോ പറയുമ്പം ആൾക്കാർക്ക് തോന്നും ഇതെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുള്ളത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോസിന്റെ അകത്ത് ഒരു മാസം മുന്നേ ഒരു വീഡിയോസിന്റെ അകത്ത് നമ്മൾ കാണിച്ചൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു കൊടുത്ത മെഷർമെന്റിന് പുറമെ, അതായത് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടുന്ന് വർക്ക് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ കാണുന്ന പാതകം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കും. അത് ആവശ്യമുള്ള സമയത്ത് അങ്ങ് അവർ ചോദിക്കുക എല്ലാന്നുണ്ടെങ്കിൽ ടൈലുകാർ ചെയ്യും. അപ്പൊ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം, അതായത് നമ്മൾ മാർക്ക് അവിടെ കൊടുക്കും കറക്റ്റ് ആയിട്ട്. ഇത്ര ലെവലിൽ മാത്രമേ നമുക്ക് കോൺക്രീറ്റ് വരാൻ വേണ്ടി പാടുള്ളൂ, ഇത്ര ലെവലിൽ മാത്രമേ ടൈല് വരാൻ വേണ്ടി പാടുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം. പക്ഷെ എന്നാലും അത് മനസ്സിലാക്കാണ്ട് ചെയ്തിട്ട് മൊത്തമായിട്ട് കുളമാക്കിയിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ ഈ കാണുന്ന സ്ഥലത്ത് ഒരു പടി സ്റ്റെപ്പ് പോലെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കും. അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കണക്കിലാണ് നമ്മൾ ഈ കാണുന്ന ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ മെഷർമെന്റ് സെറ്റ് ചെയ്യുക. അപ്പൊ അതെല്ലാം മൊത്തമായിട്ട് ഫുള്ള് ഡിസോർഡർ ആകും, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. കാരണം ടാപ്പിന്റെ അളവ് കുറയും, നമ്മൾ ഈ കാണുന്ന ഷവർ പോയിന്റ് വെച്ച് ഷവർ കോക്കിന്റെ ഹൈറ്റ് നമുക്ക് കുറയും. ഈ ഹൈറ്റിന്റെ കാര്യത്തിൽ അതൊരു തീരുമാനമാവും. പിന്നെ നമുക്ക് വാഷ് ബേസ് വെക്കുന്നുണ്ടെങ്കിൽ അതൊരു തീരുമാനത്തിലാവും. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കാണ്ട് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. അത് ചിലപ്പോൾ പ്ലംബർ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ കൃത്യമായി നിങ്ങൾ ചോദിക്കുക, അത് എത്ര ഹൈറ്റിൽ നമ്മൾ എത്ര ഇറക്കിയിട്ട് നമ്മൾ ചെയ്യണം എന്നും കൂടി ചോദിക്കുക. നമുക്ക് ഇവിടുന്ന് ഫിനിഷിംഗ് ലെവലിലേക്ക് വരുന്നത് ഇപ്പൊ പറഞ്ഞു കൊടുത്തത് മാക്സിമം 1.5 ഇഞ്ച് മാത്രമേ ഈ ഒരു കാണുന്ന ലെവലിൽ നിന്ന് നമ്മൾ ഈ ബാത്റൂമിന്റെ ലെവലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല. അതാവുമ്പോൾ നമുക്ക് സ്മൂത്ത് ലാൻഡിങ് ആയിരിക്കും, വേറെ അല്ലക്കെട്ട് ഉണ്ടാവില്ല. അത് ഓരോരുത്തരുടെ കസ്റ്റമറെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ചില ആൾക്കാർ കുറച്ചും കൂടി ആഴം വേണമെന്ന്, അപ്പൊ അങ്ങനെ വേണമെന്നവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കും. നമ്മൾ ഈ ബാത്റൂമിൽ ഇത് പറഞ്ഞു കൊടുത്താൽ ഇപ്പം കറക്റ്റ് ഹൈറ്റാണ് കോൺക്രീറ്റ് ചെയ്ത് ഇതില്. പക്ഷെ മറ്റേതില് കുറച്ച് ഹൈറ്റ് ഇറക്കിയിട്ടാണ്. അപ്പോൾ പരിക്കൺ റെഡി ആയിക്കോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ അതിന്റെ മെഷർമെന്റിലാണ് ഈ കാണുന്ന വാഷ് ബേസിന്റെ ഹൈറ്റ് ഇതെല്ലാം വെച്ചത്. ഈ വാഷ് ബേസിന്റെ ഹൈറ്റിന്റെ വേസ്റ്റ് വേണം ഒരു ലേശം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത ആൾക്കാർ നിങ്ങൾ ടൈല് വരുന്ന ഫിനിഷിംഗ് ലെവലാണ് കൊടുത്താൽ മതി കേട്ടാ. ഇവിടെ അത് ഞാൻ മാർക്ക് ചെയ്തുതരാം, വേണമെങ്കിൽ ചുറ്റും അടിച്ചിട്ട് മാർക്ക് ചെയ്തുതരാം. ഓക്കെ, ഞാൻ അവരോട് പറഞ്ഞില്ല, ഞാൻ ഇവിടെ ഒരു ആണി അടിച്ചു കൊടുത്തു, ആൾക്കാർ ചെയ്തതാണ്. ഓക്കെ, സെറ്റ്.